അങ്ങനെ രേവതി ഇവർക്കെല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ വാങ്ങി വർഷയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ചന്ദ്രമതിയും വർഷയും കൂടി അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ പറ്റി പൊക്കി പൊക്കി പറയാണ്. ശ്രുതിയുടെ അച്ഛൻ അങ്ങനെയാണ്, ഇന്ന ബിസിനസ് ഉണ്ട് അവിടെ, എല്ലാവരും ശ്രുതിയുടെ അച്ഛൻ്റെ അണ്ടറിലാണ്, മലേഷ്യ ഫുള്ള് ശ്രുതിയുടെ അച്ഛൻ്റെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ വർഷ പറയും, ഓ പിന്നെ അതൊക്കെ അവിടെ ഉള്ള ബിസിനസ്മാൻ്റെ കയ്യിലാണ്, എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ അവന് പറയും കേട്ടോ. അപ്പോൾ ചന്ദ്ര ആകെ ചമ്മി ഇങ്ങനെ ഇരിക്കും. അതിന് ശേഷം നമ്മുടെ രേവതീനെ പറ്റിയിട്ട് ചന്ദ്ര പറയാണ്, അത് രേവതി എടുത്ത് അടുക്കള പണിയൊക്കെ നോക്കിക്കോളും, അവൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, അവൾക്ക് പറ്റിയ പണിയാണ് ഇതെന്നൊക്കെ പറയും. അപ്പോൾ വർഷ പറയും, അടുക്കള പണീനെ അങ്ങനെ ചെറുതാക്കി കാണുമൊന്നും വേണ്ട, കാരണം എൻ്റെ ഭർത്താവ് ചെയ്യുന്നത് ഷെഫാണ് അവൻ, അപ്പോൾ അതിനൊരു കൈവഴക്കും അതിനുള്ളൊരു എന്താ പറയുക കൈപ്പുണ്യൊന്നും ഇല്ലെങ്കിൽ അതൊരിക്കലും ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വീണ്ടും ചന്ദ്രമതി ആകെ നാണം കെടുകയാണ്. അപ്പം നമ്മുടെ ശ്രുതിനെ മനസ്സിൽ വിചാരിക്കും, ഇവളോട് കള്ളൊന്നും പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല, ഇവൾക്ക് നല്ല ബുദ്ധിയുണ്ട്, രേവതിനെ പോലെ അല്ലല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും കേട്ടോ. അതിനുശേഷം ഇവർ നമ്മുടെ വർഷ പറയും, ശ്രീകാന്ത് നമുക്കൊന്ന് റൂമിലേക്ക് പോയി ഇരിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോഴാണ് ശ്രീകാന്തിന് ഓർമ്മ വരും, ഇവിടെ റൂമൊന്നും ഇല്ലല്ലോ ശ്രീകാന്തിനായിട്ട്. അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് ഇങ്ങനെ റൂമോ അത് പിന്നെ എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, അയ്യോ നിങ്ങൾ വരണത് അറിയാത്തതുകൊണ്ട് ഞാൻ റൂമൊന്നും ശരിയാക്കി ഇട്ടിട്ടില്ല, അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ റൂം ശരിയാക്കാമെന്ന് പറയും കേട്ടോ. അപ്പം വർഷ പറയും, എന്നാൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെയും കൂട്ടി പുറത്ത് പോവാണ്. ആ സമയത്ത് ചന്ദ്ര വേഗം ചെന്ന് രേവതിയോട് പറയണേ, ഈ റൂമൊക്കെ വേഗം വൃത്തിയാക്കി ഇടുമെന്ന് പറയും. അപ്പോൾ രേവതി ചോദിക്കുക, എന്താ ഈ റൂം വാടകയ്ക്ക് കൊടുക്കുകയാണോ? നീ ഇങ്ങോട്ടൊന്നും ചോദ്യം ചോദിക്കണ്ട, വർഷയ്ക്കും ശ്രീകാന്തിനും ഇന്ന് ശാന്തി മുഹൂർത്തം കുറിച്ചിട്ടുള്ളത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ റൂം വേണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ റൂമോ, അത് ഞങ്ങൾ സച്ചേട്ടൻ രാത്രി വരുമ്പോൾ ക്ഷീണിച്ചിട്ടാണ് വരിക, അപ്പോൾ കെടുക്കാനൊക്കെ വേണ്ടേന്നൊക്കെ അങ്ങനെ പറയും. അപ്പം നീ അതൊന്നും പറയുന്നത് കേൾക്ക്, 2 ദിവസത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. ഇനി നീ വേണം സച്ചിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു മണിയറൊക്കെ അവിടെ രേവതി ഒരുക്കുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.